ശിഷ്യന്മാരിലൊരുവനും എന്നെ ഒറ്റക്കൊടുപ്പാനിരിക്കുന്നവനുമായ യഹൂദ കറിയാത്ത ഈ തൈലം 300 ദീനാറായിക്ക് വിറ്റ് ദരിദ്രന്മാർക്ക് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. എന്നാൽ അവൻ ഇത് പറഞ്ഞത് ദരിദ്രന്മാരെ പറ്റിയുള്ള താല്പര്യം കൊണ്ടല്ല, പ്രത്യുത അവൻ കള്ളനായിരുന്നത് കൊണ്ടായിരുന്നതുകൊണ്ടും ഡിശയില അവൻ്റെ കൈവശമായിരുന്നതുകൊണ്ടും അതിൽ വീഴുന്നത് അവനെടുത്ത് വന്നിരുന്നത് കൊണ്ടുമാണത്രേ. ശമ്പരാൻ ഇതറിഞ്ഞ് അവരോട് കണ്ടി ചെയ്തു, അവളെ വിടുകയും ആ സ്ത്രീയെ നിങ്ങൾ അസഹ്യപ്പെടുത്തുന്നത് അവൾ ഒരു നല്ല കാര്യം എൻ്റെ പക്കൽ ചെയ്തിരിക്കുന്നു. എപ്പോഴും നിങ്ങളുടെ പക്കലുണ്ടല്ലോ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ എപ്പോഴെല്ലാം അവർക്ക് നന്മ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും. ഞാനാകട്ടെ എപ്പോഴും നിങ്ങളുടെ പക്കലില്ല. എൻ്റെ ശരീരത്തിൽ ഈ തൈലം ഒഴിച്ചത് എൻ്റെ ശ്വാസത്തിന് മുൻകൂട്ടി എൻ്റെ ശരീരത്തെ അവരും പോഷിയായി എൻ്റെ സുവിശേഷം പ്രദർശിക്കപ്പെടുന്ന ഒക്കെ അവരുടെ ഈ പ്രവൃത്തിയും അവരുടെ സ്മരണയ്ക്കായി സംസാരിക്കപ്പെടും എന്നതാൻ കേൾപ്പിച്ചറിഞ്ഞ് ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. അഭിമന്യ പിതാക്കന്മാരെ, കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, അപൂർവമായി മാത്രം നിർവഹിക്കപ്പെടുന്ന ദിവ്യമായ ഒരു ശുശ്രൂഷയിൽ ഭാഗഭാക്കുകളാകുന്ന നാം ഭാഗ്യവതികളാണ്. എന്തെന്നാൽ ഈ ഒരു ശുശ്രൂഷയിൽ കൂടി പരിശുദ്ധാത്മ വ്യാപാരം സാധ്യമാകുവാൻ തക്കവണ്ണമുള്ള ആ വലിയ ഒരു സംരംഭം ഇവിടെ നടക്കുമ്പോൾ അതിൽ പങ്കാളികളാകുന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗ്യ നിമിഷമായി നാം കരുതേണ്ടതാണ്. ആമുഖമായി ഈ കൂദാശ അനുഷ്ഠാനത്തെപ്പറ്റി, ഈ ശുശ്രൂഷ അനുഷ്ഠാനത്തെപ്പറ്റി ഒരു വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. നാം അംഗീകരിച്ചിരിക്കുന്ന കൂദാശ കാനൂൻ അനുസരിച്ച് 3 കൂദാശ നടത്തുവാനുള്ള അധികാരം പാത്രിയർക്കീസിനും കാതോലിക്കായ്ക്കും മെത്രാപ്പോലിത്തായ്ക്കും ഉണ്ട്. എന്നാൽ ഇപ്പോൾ മെത്രാപ്പോലിത്താമാർ അത് നിർവഹിക്കുന്നില്ല. മലങ്കരയിൽ കാതോലിക്കയ്ക്ക് ഉണ്ടായതിനു ശേഷം ആദ്യത്തെ 2 കാതോലിക്കമാർ ഒഴികെ ബാക്കിയുള്ള എല്ലാ കാതോലിക്കമാരും തന്നെ 3 കൂദാശ മലങ്കരയിൽ നടത്തിയിട്ടുള്ളതാണ്. ഒരാൾ ഒന്നിലധികം പ്രാവശ്യം നടത്തിയിട്ടുള്ളതും ഓർക്കുന്നു. അതിനു മുമ്പ് അന്ത്യോക്യയിൽ നിന്ന് പത്രോസ് പാത്രിക്കീസ് ബാവ ഇവിടെ വന്നപ്പോഴും അബ്ദുള്ള പാത്രിക്കീസ് ബാവ ഇവിടെ വന്നപ്പോഴും മലങ്കരയിൽ 3 കൂദാശ നിർവഹിച്ചിട്ടുണ്ട്. ഇത് സഭയെ സംബന്ധിക്കുന്ന വലിയ ഒരു സംഭവമാണ്. സഭയുടെ വളർച്ചയെയും വ്യാപ്തിയെയും കുറിക്കുന്ന ഒന്നാണ് ഈ സംഭവം. എന്തുകൊണ്ടെന്നാൽ സഭയിലെ അംഗങ്ങളെ ചേർക്കുന്നതിനുള്ള മാമോദീസായിട്ടും ആരാധനാലയങ്ങൾ കൂദാശ ഇത് പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടി ആയിട്ട് ദൈവാലയ കൂദാശയ്ക്ക് വേണ്ടിയും വിശുദ്ധ മൂന്നോൻ അധികമായി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ആവശ്യകത വെളിപ്പെടുത്തുന്നത്. ഇത് ഒരുക്കുന്ന കാര്യത്തെക്കുറിച്ചും മറ്റുമൊക്കെയും നേരത്തെ സൂചിപ്പിച്ച് നാം കേൾക്കുകയുണ്ടായി. വളരെയധികമായ ഒരുക്കത്തോടെ, ജാഗ്രതത്തോടെ, പ്രാർത്ഥനയോടെ നിർവഹിക്കപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് വലിയ നോമ്പിൽ മാത്രമാണ് ഈ മൂന്നോൻ കൂദാശ നടത്തുന്നത്. ആദിമ നൂറ്റാണ്ടുകളിൽ പെസഹ വ്യാഴാഴ്ചയായിരുന്നു ഇത് നടത്തിയിരുന്നത്. എന്നാൽ ഇപ്പോഴത് 40-ാം വെള്ളിയാഴ്ച എന്നുള്ളത് കുറെ കാലമായി മലങ്കരയിൽ അനുവർത്തിച്ചു വരുന്നതാണ്. അതിന്റെ കാരണം സഭ മുഴുവനായി 40 ദിവസം നോമ്പിലും ഉപവാസത്തിലും ജാഗരണത്തിലും കഴിച്ചുകൂട്ടി
ആത്മതപനത്തിൽ കൂടി ആത്മനവീകരണത്തിൽ കൂടി ദൈവസന്നിധിയിൽ എല്ലാവരും ഒന്നിച്ചേർത്ത് ചേരുന്ന ഒരു സന്ദർഭം പ്രധാന കാർമ്മികനാണെങ്കിൽ മറ്റ് യാതൊരു കാര്യങ്ങളിലും വ്യാപരിക്കാതെ പൂർണ്ണസമയം ജാഗരണത്തിൽ തന്നെ ആ കൂദാശ അനുഷ്ഠിക്കപ്പെടുന്ന സ്ഥലത്ത് ചെലവിടുക എന്നുള്ളത്, പ്രാർത്ഥനാനിരതരായി കഴിച്ചുകൂട്ടുക എന്നുള്ളത് ഇതിന്റെ ഒരുക്കത്തിന്റെ ഒരു വശമായി നാം ഓർക്കേണ്ടതാണ്. ഈ തൈലം തയ്യാറാക്കുന്ന കർമ്മത്തിൽ വൈദികരല്ലാതെ മറ്റാരും പങ്കുചേരുന്നതുമല്ല. അങ്ങനെ ആ വിധത്തിൽ എല്ലാ കാര്യങ്ങളിലും വളരെ സൂക്ഷ്മതയോടും ജാഗ്രതയോടും പ്രാർത്ഥനയോടും ഒരുക്കി അങ്ങനെ നാം സജ്ജമാക്കിയിരിക്കുന്ന തയ്യാറാക്കിയിരിക്കുന്ന തൈലമാണ്, വിശുദ്ധ തൈലമാണ് ഇപ്പോൾ ഇവിടെ കൂദാശ ചെയ്യപ്പെടുന്നത്. ഈ അവസരത്തിൽ രണ്ട് ചോദ്യങ്ങൾ പ്രസക്തമായിട്ടുണ്ട്. ഒന്ന്, പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും തൈലത്തെ പറ്റിയോ തൈല അഭിഷേകത്തെ പറ്റിയോ, അതായത് പരിശുദ്ധാത്മദാനത്തിനു വേണ്ടി തൈലം ഉപയോഗിക്കുന്നതായിട്ട് എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. മറിച്ച് അപ്പോസ്തലന്മാർ കൈവപ്പിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ നൽകി എന്നുണ്ട്. എന്നാൽ എവിടെയെങ്കിലും തൈലം കൊണ്ട് പൂശി പരിശുദ്ധാത്മദാനം ലഭിച്ചതായി പുതിയ നിയമത്തിലുണ്ടോ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. എനിക്കതിന് ഉത്തരമുണ്ട്. പരോക്ഷമായി പുതിയ നിയമത്തിൽ ഉണ്ട് എന്നുള്ളത് നാം അറിയണം. അത് ഇപ്പോൾ നാം വായിച്ചു കേട്ട ലേഖനത്തിലുണ്ട്. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കേൾക്കുന്നു, പരിശുദ്ധനായവൻ നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന്. രണ്ടാമത് 27-ാമത്തെ വാക്യത്തിൽ അവന്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെയും നിങ്ങളെ പഠിപ്പിക്കും എന്ന്. ഈ രണ്ട് വാക്യങ്ങളിൽ അഭിഷേകം എന്നുള്ള വാക്കാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുള്ളതിനെ പറ്റി പറയുമ്പോൾ പരാമർശിച്ചിട്ടുള്ളത്, ഉപയോഗിച്ചിട്ടുള്ളത്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവെന്നോ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് സ്വീകരിച്ചുവെന്നോ പരിശുദ്ധാത്മാവിനെ പാനം ചെയ്തുവെന്നോ അല്ല, ആത്മാവിനെ അഭിഷേകത്താൽ ലഭിച്ചുവെന്നാണ്. അഭിഷേകം എന്നുള്ളത് ഉപയോഗിച്ചിരിക്കുന്ന മൂലവാക്ക് സുറിയാനിയിലായിരുന്നാലും ഗ്രീക്കിലായിരുന്നാലും എണ്ണ കൊണ്ട് പൂശുന്നതിനെയാണ് അഭിഷേകം എന്ന് പറയുന്നത്. ലേപനമാണ്, പൂശൽ ആണ്. നിങ്ങൾ ക്രിസ്തുവിന്റെ പങ്കുകാരും ഓഹരിക്കാരുമായി ഭവിച്ചിരിക്കുന്നു. കേവലം ഒരു അഭിഷേചനമായി മാത്രം ഇതിനെ നിങ്ങൾ പരിഗണിക്കരുത്. പ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ തൈലം സാധാരണ തൈലമല്ല, പിന്നെയോ ദൈവത്വത്താൽ ശക്തി പ്രാപിച്ച ക്രിസ്തുവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും ദാനമാകുന്നു. 4-ാം നൂറ്റാണ്ടിൽ യെരുശലേമിലെ മാർ കൂറിലോസിന്റെ സാക്ഷ്യമാണ് ഈ തൈലത്തെപ്പറ്റി അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ മൂറോനെ സംബന്ധിച്ച് ആ പിതാവ് പറയുന്നത്. ഇത് പരിശുദ്ധാത്മദാനത്തിനായി സഭ നമുക്ക് നൽകുന്ന വലിയ ഒരു ദാനമായിട്ടാണ് അതിനെ ഓർമ്മിപ്പിക്കുന്നത്. പോകട്ടെ, രണ്ടാമത്തെ ചോദ്യമാണ് കൂടുതൽ പ്രസക്തമായിട്ടുള്ളത്. ഈ അഭിഷേകത്താൽ നമുക്ക് എന്ത് കൃപയാണ് ലഭിക്കുന്നത്? അത് ഓരോരുത്തരും ചോദിക്കേണ്ടതാണ്. ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഓരോ വിശ്വാസിയും സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ തൈലം കൊണ്ടുള്ള അഭിഷേകത്താൽ എനിക്ക് എന്റെ ആത്മീയ ജീവിതത്തിൽ എന്ത് കൃപയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് നാം ഓർക്കുകയും ആ ഒരു ഓർമ്മയിൽ നമ്മുടെ ജീവിതത്തിൽ